വിരലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് തള്ളവിരൽ, ഇത് ചെറുവിരൽ, ഇത് ചൂണ്ടുവിരൽ. ഈ എല്ലാ വിരലുകളും വ്യത്യസ്തമാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യനും. മനുഷ്യൻ എല്ലാ ചിന്തകൾ കൊണ്ടും വിശ്വാസങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും വ്യത്യസ്തമാണ്. ഈ ലോകത്ത് 800 കോടി മനുഷ്യരുണ്ട്. ഈ 800 കോടി മനുഷ്യരും ചിന്തിക്കുന്നത് തന്നെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളുടെ ചിന്തകളും ഒരാളുടെ വിശ്വാസങ്ങളും ഒരാളുടെ ആചാരങ്ങളും ഒരാളുടെ രാഷ്ട്രീയവും മാത്രം ശരിയെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. എൻ്റേത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ എൻ്റേത് മാത്രം ശരിയെന്ന് വിശ്വസിക്കുമ്പോൾ അവിടെ സ്വാർത്ഥത കടന്നു വരുന്നു. ആ സ്വാർത്ഥതയാണ് ഈ ലോകത്തുണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം. ലോകത്ത് വലിയ വലിയ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും അതിനു മുമ്പും യുദ്ധങ്ങളുടെ കലവറയായിരുന്നു. ഈ യുദ്ധങ്ങളും കലാപങ്ങളും അക്രമങ്ങളും ഇതൊക്കെയും ഉണ്ടായത് ഒരൊറ്റൊരു കാരണത്തിൻ്റെ പേരിലാണ്. ഈ മനുഷ്യൻ്റെ എൻ്റേത് മാത്രം ശരി, അത് മാത്രം നിലനിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് അത് വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ശരിയാണ്. അവൻ്റെ കണ്ണുകൊണ്ട് കാണാൻ നിങ്ങൾ ശീലിച്ചോ? അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തൊരു പ്രശ്നവുമില്ല, ഈ ലോകത്തൊരു അക്രമവുമില്ല. എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ രാഷ്ട്രീയവും എൻ്റെ ചിന്തകളും എൻ്റെ ആചാരങ്ങളും ശരിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതോടൊപ്പം മറ്റൊരുത്തൻ്റെ വിശ്വാസങ്ങളും ശരികളാണെന്ന് നമ്മൾ പുറമേക്ക് നടിച്ചാൽ പോരാ. ഒരു ജനാധിപത്യമല്ലേ എന്ന് വിചാരിച്ച് പുറമേക്ക് നടിച്ചത് കൊണ്ടായില്ല. ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തൊരു പ്രശ്നം ഉണ്ടാകില്ല. എൻ്റെ മനുഷ്യരെ, നമ്മൾ മറ്റു മൃഗങ്ങളെ പോലെ അല്ലല്ലോ, വിവേക ജീവികളാണ്. അപ്പോൾ നമുക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. ഒന്ന് വിശാലമായി ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായ ഒരു അറിവ് നേടണമെന്നൊന്നുമില്ല. നമ്മൾ വിശാലമായി ഒന്ന് ഇരുന്നു കൊണ്ട് ചിന്തിക്കുക. അപരനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. അവനിക്ക് അവൻ്റെതായ ശരികളുണ്ടെന്നും അവന് നമ്മളെപ്പോലെ മജ്ജയും മാംസവും വിചാരങ്ങളുള്ള സ്വപ്നങ്ങളുള്ള ഒരു മനുഷ്യനാണെന്ന് വിശാലമായി ചിന്തിക്കുമ്പോൾ ഈ ലോകത്ത് സമാധാനമുണ്ടാകുന്നു. ലോക സമാധാനമുണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ മനസ്സിൽ ആന്തരിക സമാധാനം നേടുമ്പോൾ, വിശാലമായി ചിന്തിക്കുമ്പോൾ അതിലൂടെ ലോക സമാധാനമുണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ പറയാറുള്ളത്. ഓരോ മനുഷ്യനും മാറി മാറി ചിന്തിക്കുമ്പോൾ ആ ചിന്തകൾ മറ്റുള്ളവരിലേക്ക് അത് പകർന്നു പോകും. അതിലൂടെ നല്ലൊരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ ആശയം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ഇതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടായിട്ടല്ല, മറിച്ച് ഇത് ലൈക്കും ഷെയറൊക്കെ കമൻ്റൊക്കെ ഇടുമ്പോൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താനൊരു കാരണമാകും. അവർക്കും നിങ്ങൾ കാരണം ഒരു മാറ്റമുണ്ടാകാൻ കഴിയും എന്ന് മാത്രം പറയുന്നു.